ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSc MA CS എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് MSc ഇൻ മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന കോഴ്സാണ്. ഇതൊരു PG പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ആയിട്ടാണ്, വീട്ടിലിരുന്നോ ജോലി സ്ഥലത്ത് നിന്നോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു 2 ഇയർ പ്രോഗ്രാമാണ്. മാക്സിമം യൂണിവേഴ്സിറ്റി നൽകുന്നത് 4 ഇയർ ആണ്. പഠിക്കാവുന്ന മീഡിയം ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്നത് മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നായിരിക്കും. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഇത് മാത്തമാറ്റിക്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. വ്യത്യസ്ത മേഖലകളിലുള്ള മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഉയർത്തിക്കാട്ടുന്ന ഒരു കോഴ്സാണിത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ ട്രെയിനിങ്ങോ ഒക്കെ നൽകുന്ന ഒരു കോഴ്സാണിത്. അതുപോലെ മാത്തമാറ്റിക്കൽ സ്കില്ല് വർദ്ധിപ്പിക്കാനും ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക്കൽ മേഖലകളിൽ ഒക്കെ മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് വിത്ത് എ മേജർ ഓർ ഹോണർ ഇൻ മാത്തമാറ്റിക്സ്. ഹോണർ പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാജുവേഷൻ വേണം, BSc മാത്തമാറ്റിക്സ് വേണം, അല്ലെങ്കിൽ മേജർ സബ്ജക്റ്റായിട്ട് മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ടായിരിക്കണം ഒന്നങ്ങനെ. അതും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് BA BSc ഡിഗ്രി വിത്ത് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് മാത്തമാറ്റിക്സ് ആയിരിക്കണം ഈക്വൽ വെയിറ്റേജിൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. നോക്കൂ, സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് 7500 രൂപയുടെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീ അപ്പോൾ 700 രൂപ, 8200 രൂപയാണ് ഫീ ആയിട്ട് കെട്ടേണ്ടത്. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ മുതൽ പിന്നെ 7500 വരെയാണ് ഫോർത്ത് സെമസ്റ്റർ വരെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എല്ലാം ഓൺലൈനാണ്. നിങ്ങൾ ഈ സെൻറ്ററുകളിലൊന്നും പോവേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ ഈ ഒരു കോഴ്സ് നമുക്ക് ഇന്ത്യയിൽ ആകെ ഇത്രയും സെൻറ്റേഴ്സിൽ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ കൊച്ചിൻ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ സ്റ്റഡി സെൻറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടുക സാക്രഡ് ഹാർട്ട് കോളേജാണ്. ഇതിൽ മാത്രമേ ഈ ഒരു കോഴ്സുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് ഒരു റെയർ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിൻ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടർ സാക്രഡ് ഹാർട്ട് കോളേജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഴ്സിന് കോർ കോഴ്സായിട്ടും ഇലക്റ്റീവ് കോഴ്സായിട്ടും നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് അതിൻ്റെ ടെക്നിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയ ഏരിയകളിലുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഇലക്റ്റീവ് കോഴ്സസ് വിൽ എക്സ്പോസ് യു ടു ദ ആപ്ലിക്കേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ ദ ഏരിയ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിൽ മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇതിൽ പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റ് വർക്ക് ഈസ് കമ്പൽസറി, നിർബന്ധമാണ്. പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. വർക്ക് എക്സ്പീരിയൻസ് ഇൻ സം ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷൻ, അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇതിലുള്ള. അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. പ്രാക്ടിക്കലും ഈ ഒരു കോഴ്സിനുണ്ടായിരിക്കും. പ്രൊജക്റ്റ് നമുക്ക് ഇതിൽ വരുന്നത് ഐ തിങ്ക് ഫോർത്ത് സെമസ്റ്ററിലാണ് പ്രൊജക്റ്റ് ലാസ്റ്റ് സബ്ജക്റ്റായിട്ട് 4 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് വർക്കാണ് ഇതിലുള്ളത്. ഇതും കൂടി കമ്പൽസറി ആണ്. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ കോഴ്സ് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് പ്രാക്ടിക്കലുണ്ട്. ഇവർ പറയുന്നത് ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെയും അതിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. ഈ പ്രാക്ടിക്കൽ അതാത് സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. ഓരോ സെമസ്റ്ററിലും 11 മുതൽ 36 സെക്ഷൻ വരെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊരു 70% എങ്കിലും പ്രാക്ടിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അതിൻ്റെ അറ്റൻഡൻസ് വേണം. അപ്പോൾ ഇത് ഒരു ടോട്ടൽ 64 ക്രെഡിറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഓരോ സെമസ്റ്ററിലും 16 ക്രെഡിറ്റ് വീതമാണ് നിങ്ങൾ പഠിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ക്രെഡിറ്റിൻ്റെ ആവശ്യങ്ങളുള്ളവർ ആ ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതൊക്കെ, അതൊന്ന് പോയി കാണാം. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 1 2 3 1 2 MMTO 001 മുതൽ 7 വരെയുള്ള ഈ 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. പ്രോഗ്രാമിംഗ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലീനിയർ അൽജീബ്ര, അങ്ങനെ തുടങ്ങി. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 സബ്ജക്റ്റുകളാണ്. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏകദേശം 5 പേപ്പേഴ്സാണ്, 5 സബ്ജക്റ്റുകളാണ്. ഫോർത്ത് സെമസ്റ്ററിൽ 3 സബ്ജക്റ്റുകളും 1 പ്രൊജക്റ്റുമാണ് ഇതിനകത്തുള്ളത്. പ്രൊജക്റ്റ് നിർബന്ധമാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ നിങ്ങൾ അതിൻ്റെ സെഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുമായി നിങ്ങളെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ എത്തുകയും അവർ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടവർ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.